കല്യാണത്തിന്റെ ഒരു സംസാരമൊക്കെ വന്ന സമയത്ത് ആരോ അയച്ചു കൊടുത്ത ഫോട്ടോ ഓർഡിനറിയില് എന്റെ ഫോട്ടോ ആയിരുന്നു. സത്യം. പണി കൊടുക്കാൻ വേണ്ടി ഓർഡിനറിയില് ഞാൻ മറ്റേ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. ആനന്ദേട്ടന്റെ സ്ഥിരം ഒരു സേഫ്റ്റി ഏരിയ ഉണ്ടല്ലോ, ഇത്തിരി ഉടായ്പൊക്കെ ഉള്ള. അത്ര കള്ളത്തരമുള്ള പൈസ ആണല്ലേ? പണ്ടത്തെ മുകേഷ് ഏട്ടന്റെ കള്ളത്തരമാണ് ഇവന്റെ കള്ളത്തരം. ക്യൂട്ടാണ്, രസമുണ്ട്. കുഞ്ഞു പടമാണ്. അവരെനിക്ക് കേസ് കൊടുക്കുന്നുണ്ട്. ഒരു പടമാണത്. അന്നാസിക്കനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല? അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. എനിക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ച ഏതോ ഞാൻ പറഞ്ഞില്ലേ, ഗേൾഫ്രണ്ട് പോയിട്ടാണ് സിനിമയ്ക്ക് പോയത്. സിനിമ കണ്ട ആഭ്യന്തര കുറ്റവാളിയും സംഘവുമാണ് എനിക്കൊപ്പം ഉള്ളത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ സ്വന്തം, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആസിഫിക്ക, ആനന്ദ് മന്മഥൻ ആൻഡ് സേതുനാഥ്. കുറുവ സംഘം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ആസിക്ക, ഞാൻ ടീച്ചർ കണ്ടു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ദുശ്ശീലങ്ങളില്ലാത്ത മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു യുവാവിനെ തേടുന്നു എന്നാണ്, അല്ലെങ്കിൽ ഒരു യുവാവിനെ വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ആ സംഭവമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആസിക്കയുടെ കല്യാണ സമയത്ത് സമത്താത്തയുടെ വീട്ടുകാർ ആദ്യം അന്വേഷിച്ചത് എന്തായിരിക്കും? എന്തായാലും ഇതും അവര് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, സ്വാഭാവികമായിട്ട്. എങ്ങനെയുണ്ട് ആള്? പിന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. കാര്യം എന്റെ കല്യാണത്തിന്റെ സമയത്ത് ജമയുടെ പപ്പ ഖത്തറിലായിരുന്നു. മൂപ്പരങ്ങനെ ഭയങ്കരമായി മലയാള സിനിമകളൊന്നും അങ്ങനെ കാണുന്ന ആളല്ല. മൂപ്പര് 33 വർഷം എന്തോ ഖത്തറിലായിരുന്നു. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം ഇങ്ങനെ കല്യാണത്തിന്റെ ഒരു സംസാരമൊക്കെ വന്ന സമയത്ത് ആരോ അയച്ചു കൊടുത്ത ഫോട്ടോ ഓർഡിനറിയില് എന്റെ ഫോട്ടോ ആയിരുന്നു. സത്യം. പണി കൊടുക്കാൻ വേണ്ടി ഓർഡിനറിയില് ഞാൻ മറ്റേ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പൊ അതായിരുന്നു അവര് അന്വേഷിച്ചപ്പോ ആദ്യം കിട്ടിയത്. പിന്നെ നേരിട്ട് കണ്ടപ്പോ കുറച്ചും കൂടെ നല്ല തോന്നുമല്ലോ. അപ്പൊ നന്നായില്ലേ? ആസിക്ക കുറെ ഒരു അടുത്ത വീട്ടിലെ ചെക്കൻ ഇമേജുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സഹദേവൻ എന്നുള്ള ക്യാരക്ടർ ആദ്യം വന്നപ്പം ഏറ്റവും ഫസ്റ്റ് വന്നൊരു തോട്ട് എന്തായിരുന്നു? ഞാൻ ഒരുപാട് നമ്മുടെയൊക്കെ ചുറ്റുപാട് ഒരുപാട് കേൾക്കുന്ന പല സമയത്ത് നമ്മളൊക്കെ പറയണം, അഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. അത് വളരെ ജെനുവിനായിട്ട് അതിൻ്റെ ഒരു വെർഷനാണ് സേതു വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി നമ്മളതിൻ്റെ സിനിമാറ്റിക് ആയിട്ടുള്ളതും ഇതിൻ്റെ കുറച്ച് എലാബറേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇതിന് മുന്നേയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് കുറേ ജെനുവിനായിരുന്നു. ഇതിനകത്ത് ചോദിക്കുന്ന ഇപ്പോൾ സഹദേവൻ്റെ കുറേ സംശയങ്ങൾ, സഹദേവൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സഹദേവൻ്റെ പല സംശയങ്ങളും പല ആർഗ്യുമെൻസും ഒക്കെ നമുക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് എന്നെ അട്രാക്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന് ഒരു ഏച്ചുകെട്ടലൊന്നുമില്ല. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ എന്താ പറയുക, വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ളതാണ്. ഇതിൻ്റെ അകത്തൊരു സിനിമാറ്റിക് വേർഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മാത്രമായിരിക്കും ചിലപ്പോൾ ഇതിനൊരു സിനിമയുടെ സ്വഭാവം ഉണ്ടാകുന്നത്. ബാക്കി നമ്മൾ പറയുന്ന ഒരു മെജോറിറ്റി ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ആഭ്യന്തര കുറ്റവാളിയാണോ അല്ലയോ എന്നുണ്ടാവുന്ന ഒരു സംശയം ആ ഏരിയ മുഴുവൻ ഭയങ്കര റിയലാണ്. അപ്പോൾ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസിക്ക് ഈ അടുത്ത വീട്ടിലെ ചെക്കൻ ഇമേജുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സഹദേവന്റെ റോൾ വന്നപ്പോൾ ആസിക്കിനെ അതിലേക്ക് തീരുമാനിക്കാനുള്ള ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? അല്ല, ഈ പറഞ്ഞ പോലെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശ്രീവാച്ചന്റെ ക്യാരക്ടറായിരുന്നു. അതായത് ഒരു നാട്ടും പുറത്തെ ഒന്നും അറിയാത്ത ഒരു പാവം പിടിച്ച മനുഷ്യൻ. അപ്പൊ എനിക്ക് സഹദേവനെ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് വന്നപ്പം അതേപോലെ ഒരു ക്യാരക്ടറാണ് സഹദേവനും. വീട്, സുഹൃത്തുക്കൾ 2 പേര്, ജോലി, ഇത് മാത്രമാണ് അയാളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബോയ് നെക്സ്റ്റ് ടു ഡോർ എന്ന് പറയുന്ന പോലെ ആദ്യം തോന്നിയത് സഹദേവൻ ആസിബ്രോയാണ്. അപ്പം കുറെ കാലമായിട്ട് മീശയും താടിയൊക്കെ ആയിട്ട് കിടക്കുന്ന ആസിബ്രോയാണ് ഞാൻ കണ്ടത്. എങ്ങനെ നമുക്ക് ട്രിം ചെയ്യണം, പഴയ ഒരു ആസിബ്രോ ഉണ്ട്, അതായിരിക്കും നമുക്ക് സഹദേവന്റെ മുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാനത് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് സഹദേവൻ. ഒരു മാല ഇട്ട് കൊടുത്ത് ഒരു കുറിയും വരപ്പിച്ചു. എനിക്കൊന്നും കുറി വരച്ചിട്ടില്ല ആസിബ്രോ അധികം. എനിക്കൊരു ഷൂട്ടിന് ഒരു 15 ദിവസം മുമ്പ് എനിക്കൊരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തന്നു. ഇതാണ് സഹദേവൻ. ശരി, ഞാൻ ഇതാണ് സഹദേവൻ. ഓക്കെ. അതേപോലെ തന്നെ മീശയൊക്കെ ട്രിം ചെയ്ത് ക്യാരക്ടറായിട്ട് ഒരു 15 ദിവസം ജീവിച്ചിട്ടാണ് ആള് ലൊക്കേഷനിൽ വരുന്നത് തന്നെ. ഞാൻ ഇവനെ പരിചയപ്പെടുന്ന ഇതും കൂടെ പറയാം. അത് നമ്മൾ മഹാവീര്യർ ഷൂട്ട് ചെയ്യുമ്പോൾ
അതില് സെക്കൻഡ് ഹാഫ് ഈ കോർട്ട് റൂം ഡ്രാമ ഉണ്ടല്ലോ, അതിനൊരു അത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, അത്രയും ആളുകളുണ്ട്, ഒത്തിരി ഏരിയ ഷൂട്ട് ചെയ്യാനുണ്ട്, ഒരു ഭയങ്കര യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഒരു ഫീലിലാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് സേതു അസോസിയേറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ രാജസ്ഥാൻ പോർഷനിലില്ല, ഈ കോർട്ട് റൂമിലാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു കോടതിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൽ എല്ലാവരെയും കോർഡിനേറ്റ്, ഇപ്പോൾ കോടതി ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരാൾ വാദിക്കുന്ന സമയത്ത് അയാളുടെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലിരിക്കുന്നവർ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഫ്രെയിമിലുണ്ടെങ്കിൽ അവിടെ ഇരിക്കണം, ഇരുന്നേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഒരു പണിയില്ലാണ്ട് വെറുതെ കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് സേതുവാണ്. അപ്പോൾ അതിൻ്റെ ചീത്ത കേൾക്കുന്നതും സേതുവാണ്. അപ്പം ഞാനിങ്ങനെ ഇവരോട് പറഞ്ഞ്, കോടതി പരിപാടി നല്ല രീതിയിൽ നീ ഹാൻഡിൽ ചെയ്യണ്ടല്ലോ, കോടതിയായിട്ട് നല്ല ബന്ധമുണ്ടല്ലേ എന്ന് തോന്നുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു, ഒരു കോടതി കഥ. അതാണ് ആഭ്യന്തര കുറ്റവാളിയുടെ ആദ്യത്തെ നറേഷൻ. അല്ല 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 അല്ല, അത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഇല്ല, ഇത് ഞങ്ങള് ആസിഫ് ബ്രോഡല്ലോ മഹാവീര്യയിലെ ഡയലോഗ്സ് തന്നെ ഒരു 2 പേജാണ്. അതും ഫുൾ സംസ്കൃതമൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സാധനമാണ്. 6 രാജാവിന്റെ 1-ാം കക്ഷത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ ഒരു രാജാവ് ശൈലിയിൽ നിന്നുണർന്നാൽ ധന്യകളായ സ്ത്രീഗണങ്ങൾ അദ്ദേഹത്തെ ചുഴലണം. ഉഷ്ണീഷ്ടം ധരിച്ച വർഷം ഒരു അഭ്യകാരികൾ. ഇത് രണ്ടുപേരും പഠിച്ചു അങ്ങോട്ട്. അല്ല, ഞാൻ രാവിലെ ആസിഫ് ബ്രോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് കയറും. അപ്പൊ ഇത് ഇന്ന് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടായിരിക്കും കയറണേ. ഞാൻ പ്രോംപ്റ്റ് ചെയ്യും, ആസിഫ് ബ്രോ അത് പറയും. ഇങ്ങനെ ഒരു 5 ദിവസം കണ്ടായില്ലേ, 5ാമത്തെ ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യണത്. പിന്നെ എനിക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒറ്റയടിക്ക് ഇത് പറയുകയും ചെയ്ത് കൈയടിയും കിട്ടി ആസിഫ് ബ്രോയ്ക്ക് വേണം. അപ്പൊ നമ്മളിത് ആദ്യത്തെ ഇതിന്റെ ചീഫ് അസോസിയേറ്റർ ഉണ്ട്, മൂപ്പര് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട്, അപ്പൊ ഇത് ഇദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നില്ല ഇത്. അപ്പൊ ഇത് ഞാൻ പഠിച്ച് പറയണം, ഇത് മലയാളമല്ല, പ്രോപ്പർ മലയാളം ഏറെന്തോ മലയാളമാണത്. അങ്ങനെ ഇദ്ദേഹം ഇത് നോക്കി വായിക്കാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ അടുത്ത് പ്രോംപ്റ്റിങ് വേണ്ടല്ലോ അല്ലേ എന്നാണ് ആദ്യം ചോദിച്ചത്. പുള്ളിക്ക് വായിക്കാൻ മടിയല്ല, പറഞ്ഞൂടാ, അത് ഒരു മനുഷ്യന് വായിക്കാൻ പറ്റൂല. അത് എബ്രിഡ് മാത്രമാണ് ഒറ്റശാസ്ത്രി വായിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനത് പഠിച്ച് കാണാതെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സേതുവായിട്ട് പരിചയപ്പെടുന്നതും. സേതു ഇതിന്റെ ഒരു ബേസിക് ഇൻസിഡന്റ്, ഒരു ഒറിജിനൽ ഇൻസിഡന്റ് എന്നാണ് ഇതിന്റെ ആദ്യത്തെ തോട്ട് വരുന്നത്. അപ്പൊ ആ ഇൻസിഡന്റ് അന്നാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ അത് പയ്യെ നമ്മൾ കൂമനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത്. ആനന്ദേട്ടൻ്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു ഈ ഫിലിമിനകത്തേക്ക്? ഞാനും സേതു കൂടെ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സേതു അല്ല അസോസിയേറ്റ് ആയിരുന്നു, മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ട്. അപ്പൊ അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം അന്ന് പരിചയപ്പെട്ടപ്പോഴത്തേക്കും നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ സേതു എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട് എന്ന്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിപ്പോഴൊന്നും ആയിരിക്കില്ല, അപ്പോൾ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സന്തോഷം. നായകന്റെ സുഹൃത്തല്ലേ, കുറച്ച് മറ്റേ ഞാൻ സ്ഥിരം ആനന്ദേട്ടന്റെ സ്ഥിരം ഒരു സേഫ്റ്റി ഏരിയ ഉണ്ടല്ലോ, ഇത്തിരി ഉടായ്പൊക്കെ ഉള്ള ആനന്ദേട്ടൻ. അതെ 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 ഉണ്ടല്ലോ. അത്ര കള്ളത്തരമുള്ള പൈസ പഴയ പണ്ടത്തെ മുകേഷ് ഏട്ടന്റെ കള്ളത്തരമാണ് ഇവന്റെ കള്ളത്തരം. ക്യൂട്ടാണ്, രസമുണ്ട്. സത്യം ഒത്തില്ല. അതെന്തായിരിക്കും ആനന്ദേട്ട കുറെ പടത്തിലായി ആനന്ദേട്ട ഇങ്ങനെ ഇത്രയെങ്കിലും ഉടായ്പുള്ള കഥാപാത്രങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പൊന്മാനിലുണ്ട്, ജയജയഹേലുണ്ട്, കുറച്ച് പൊന്മാൻ. പക്ഷെ അതെല്ലാം ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ കണ്ട ആനന്ദിനെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് വിളി വരും. അപ്പൊ നമുക്ക് ആദ്യത്തെ പടം കഴിഞ്ഞ് അയ്യോ ഞാൻ ആദ്യത്തെ സിനിമ ചെയ്ത സെയിം വേഷമാണ്, ഇത് ഞാൻ ചെയ്യൂല എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ കിട്ടുക, നല്ല സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടുക എന്നുള്ളത്. അപ്പം റിപ്പീറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട വരും നമുക്ക്. അത് നമ്മൾ ചെയ്യും, അത് നന്നായിട്ട് ചെയ്യും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ മുതലാണ് നമ്മളെ ആളുകൾ വേറൊരു രീതിയിൽ കാണുന്നത്. അപ്പൊ ആ ബ്രേക്കിംഗ് ആണ് ഇപ്പൊ പൊന്മാനിൽ ബ്രൂണോ നമ്മളെല്ലാരും ഞെട്ടിച്ചു കളഞ്ഞത്. അത് നമ്മള് ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചു. ബ്രൂണോടെ വീർപ്പുമുട്ടൽ എല്ലാവർക്കും മറ്റേ പാർട്ടിന്റെ അത് പറയുന്നത് ശ്വാസമാണെന്നോ അങ്ങനെ എന്തോ ചോരയാടാ. അതുപോലെ തന്നെയാണ് എനിക്ക് ജിജിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെങ്കിലും ലാസ്റ്റ് ആവുമ്പോഴും
പുള്ളി അങ്ങ് നന്നാവുന്ന ഒരു ക്യാരക്ടർ. ഇതിനകത്ത് എങ്ങനെയാ സഹദേവന്റെ ആരായിട്ട് ആദ്യം തൊട്ടേ നല്ല ആളാണ്, ഉടായ്പൊന്നുമില്ല. പുള്ളിയുടെ സുഹൃത്തുക്കളാണ്, 2 സുഹൃത്തുക്കളാണ്, ഞാനും അസീസിക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, സഹദേവന്റെ ലോകം എന്ന് പറയുന്നത് ഇത്രയും പേരാണ്. ഈ പറയുന്ന വീട്, ജോലി, നമ്മൾ 2 കൂട്ടുകാർ, ഇതിൻ്റെ ഇടയിലാണ് സഹദേവന്റെ ജീവിതം പോകുന്നത്. സഹദേവൻ എല്ലാ പ്രശ്നങ്ങളും നമ്മളടുത്താണ് വന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥ ലൈഫിലെ കൂട്ടുകാരെന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര വിഷമമൊക്കെ വന്നിട്ട്, നമ്മൾ ആണുങ്ങളുടെ രീതിയാണ് വിഷമങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കളിയൊക്കെ കേൾക്കും, അയ്യേ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കളിക്കും. പക്ഷേ അവൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഉള്ളൊരു കൂട്ടുകാരനാണ്. അപ്പം എപ്പോഴത്തും ഉള്ള പോലെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാൻ നോക്കും. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സംഭവം വരുമ്പോഴാണ് ഇത് അടുത്ത ഘട്ടത്തിലോട്ട് ഈ കഥ പോകുന്നത്. അതെ, നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ എന്നും കേൾക്കുന്നതാണ്. ഇതിലും ചെറിയ രീതിയിൽ അതാണ് പറഞ്ഞു പോകുന്നത്, ടീച്ചറിന് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്തരത്തിൽ സൊസൈറ്റിയിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രം അങ്ങനെ പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ വയലൻസ് നടക്കണമല്ലോ, ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് പല സമയത്തും. അത് തെളിയിക്കാം, അതായത് നമുക്കൊരു ആർഗ്യുമെന്റിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ, ഈ ഡൊമസ്റ്റിക് വയലൻസ് ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ജെനുവിനിറ്റിയും, അത് ജെനുവിൻ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവനുണ്ടാവുന്ന പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ കുറെ ഏരിയ പറഞ്ഞു പോകുന്നുണ്ട്. പറഞ്ഞ കഥ മൊത്തം പുറത്തേക്ക് വരും. അല്ല, ഇപ്പം റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, കുറ്റാരോപിതമായിട്ടുള്ള വ്യക്തിയുടെ പേരിൽ പിന്നെ വരുമ്പോഴത്തേക്കും അപ്പൊ അതിനുശേഷമുള്ള അയാളുടെ ന്യൂസ് ഒന്നും ആരും കാണാറില്ല, അയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയാറില്ല. അപ്പോൾ ഉള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ കഴിഞ്ഞാൽ പിന്നെ അയാൾ നിരപരാധിയാണെന്ന് വന്നാൽ പോലും അയാളെ കൈവിടും ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു പടമാണല്ലേ. അങ്ങനെ എത്തിച്ചു. ശരി, ഇവൻ പറയുന്നുണ്ട് അത് കള്ളത്തരമാണ്. ശരി. അതുപോലെ തന്നെ ആസിക്ക് ഒരുപാട് ലെജൻസിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പുതുമുഖ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ നവാഗതർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിനെ ആസിക്ക കാണുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് പേഴ്സണലി എനിക്ക് പുതിയ ആളുകളോട് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് എൻ്റെ സമപ്രായക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജിയും ഫ്രീഡവും ഉണ്ട്. നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്പേസ് എപ്പോഴും അവിടെ ഉണ്ടാവും. പിന്നെ ആദ്യത്തെ സിനിമയ്ക്ക് 100% കൊടുക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ലക്ഷ്യമാണ്. സിനിമയെ പാഷനായിട്ട് കാണുന്നവർ, ഒരു ഫെയിമിന് വേണ്ടി വരുന്നവരെക്കാൾ സിനിമയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുറേ നാൾ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ നിന്നിട്ട് അയാളൊരു സിനിമ ചെയ്യുമ്പോൾ അയാളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അയാൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പം ഇപ്പം എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തിരിക്കുന്നത് എല്ലാം പുതുമുഖ സംവിധായകരാണ് അധികവും. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എൻ്റെ ഒരു പേസിനും എനർജിക്കും കൂടെ നിൽക്കുക അവർക്കായിരിക്കും കുറെ കൂടെ പറ്റുക. ഇപ്പം ഞാൻ ഡെഫിനറ്റ്ലി സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ഇതാണ്, നമുക്ക് ഒരു എടാപോടാ ബന്ധത്തിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യണതിൻ്റെ ഒരു സുഖം വേറെയാണ്. അതുപോലെ സേതു ചേട്ടനെ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്തായിരിക്കാം? അപ്പോൾ സേതു ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേർക്കും. നമുക്ക് ടെൻഷനാണ്, എന്തിനാണ് ഇവൻ വേർക്കുന്നത്? ടെൻഷൻ്റെ ആളാണ്. ടെൻഷനില്ല ഇവന് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒക്കെ കൃത്യം ക്ലാരിറ്റി എല്ലാം ഉണ്ട്. എന്ത് ഷോട്ട് വരെ വേണമെന്നുള്ളത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വന്നത് ഇങ്ങനെ ആയിരിക്കും, വണ്ടിയാണ്. അത് ഇവന് നമുക്കൊന്നും ഇവന് എന്തോ വെപ്രാളം ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഓക്കേടാ ഓക്കെ ഞാൻ ചോദിച്ചോണ്ട് ഞാൻ ഓക്കെ ബ്രോ ഓക്കെ എന്താണ് ചെയ്തു ലൊക്കേഷനില്. അപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സാധാരണ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻ ഉള്ളപ്പോഴാണല്ലോ മുഖത്ത് കാണുന്നതൊക്കെ പറയില്ലേ. ഇത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. പുട്ടുകുറ്റി ഇറങ്ങി നല്ല പേര് പുട്ടുകുറ്റി. ശരി. പക്ഷെ ഈ ഒരു ഭയങ്കര അടിപൊളി സ്റ്റാർ കാസ്റ്റിംഗ് തോന്നിയിട്ടുണ്ട് ഈ ഫിലിമിന്റെ. അപ്പം അവരിലേക്ക് എത്തിച്ചേർന്ന സംഭവം എങ്ങനെയായിരുന്നു? അല്ല, ഈ സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ആസിഫ് ബ്രോയുടെ അടുത്ത് പറയുമ്പോഴും നമുക്ക് മനസ്സിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, ഇന്ന ക്യാരക്ടറുകൾ. ഇപ്പം പേരുകൾ തന്നെ ഒരിത്തിരി ഡിഫറെൻ്റ് ആണ്. ആനന്ദിനെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് യുദാസ് എന്നാണ്. യുദാസ് ആണ്, പക്ഷെ അയാളെ യുദാസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഉലഹനാൻ മകൻ ദാസ് എന്നാണ്. അസീസിക്കയുടെ ക്യാരക്ടറിന്റെ പേര് ദേശവാസി എന്ന്. അയാൾക്ക് വേറൊരു പേര് ഏതാന്ന് അയാളെങ്ങാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു തവണ പറയണില്ലാണ്ട് ഇതൊന്നും പറയാനുള്ള അയാള് ദേശവാസി അയാളുടെ സോഡ കമ്പനിയുടെ പേരാണ് ദേശവാസി എന്ന്. അയാൾ ആ പേരിലാണ് ആ സിനിമ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനൊരു ക്യാരക്ടർ. പിന്നെ എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ സമയത്ത് പീക്കി നിൽക്കുന്ന എല്ലാവരും സിനിമയിലുണ്ട്.
ആനന്ദിൻ്റെ ആണെങ്കിലും നല്ല ബെസ്റ്റ് ടൈമാണ്, ആസിഫ് ബ്രോയുടെ ബെസ്റ്റ് ടൈമിലാണ്, അസീസിക്ക നല്ല കത്തിക്കണിയാണ്. ആൻഡ് ഈവൻ നമ്മുടെ ടീച്ചറിന്റെ താഴെ ജഗദീഷ് ചേട്ടനുണ്ടോ പടം എഴുതിയിടുന്ന 100 പേരുണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും ഒന്നിച്ച് കിട്ടാൻ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ള ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട്. അശോകൻ ചേട്ടൻ ഇതുവരെ ചെയ്യാത്ത വേറൊരു ഗെറ്റപ്പിലാണ് വരുന്നത്. സംഭവിച്ചു പോയി. ഇപ്പം ആനന്ദേട്ടന് നല്ല ടൈമാന്ന് പറഞ്ഞോണ്ടാണ്, ബോളിവുഡ് സ്റ്റാറാണ്. അതെ അല്ലേ? പിന്നെ അല്ല, ബോളിവുഡ് ബോംബെ ഡബിങ്ങിന് പോകണം. ശരിയാ. അത് അങ്ങനെയൊന്നും അല്ല, അത് ഒരു ചെറിയ കുഞ്ഞു പടമാണ്. അവരെനിക്ക് കേസ് കൊടുക്കുന്നുണ്ട്. ഒരു പടമാണത്. അതൊരു സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ അഭിനയിക്കുന്ന ഒരു സിനിമ. 1000 കോടി വരുന്ന മാഡോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തുഷാർ ജലോട്ട എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ. അപ്പോൾ കേരളത്തിലാണ് നടക്കുന്നത് എൻ്റെ ഒരു ഭൂരിഭാഗം സിനിമയും. അപ്പോൾ അങ്ങനെ കേരളത്തിലുള്ള ആർട്ടിസ്റ്റുകളെ തപ്പിയപ്പോൾ നമുക്കും ഒരു ചാൻസ് കിട്ടി. എങ്കിലും എന്ത് കാര്യം, എന്ത് പെട്ടെന്നാലേ ബോളിവുഡിലേക്ക് ഒരു നീ ഇവിടെ ഉണ്ടാവോ അതോ അങ്ങോട്ട് ഹിന്ദി? പൊന്മാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവനാണ് പൊന്മാൻ. കൊത്തിപ്പുറകെ ഇതോടെ അവര് നിർത്തും, ഇനി വേണ്ട ബോളിവുഡിലോട്ട് വരണ്ടെന്ന് പറയും. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ബോളിവുഡും മോളിവുഡും? അവിടെ ഹിന്ദി 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 എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ മലയാളി ക്യാരക്ടർ കൊണ്ട് രക്ഷപ്പെട്ടു. മലയാളമാണ്. അതെ അതെ, അതേ പറഞ്ഞ കേരളത്തിൽ കിടക്കുന്ന കഥയില്ലേ, അപ്പൊ അതിന്റെ കുറച്ച് മലയാളം ഉണ്ട്. ആ സസ്പെൻസും പുറത്തുവിട്ട് അവര് പോസ്റ്ററൊക്കെ ഇറക്കി കേരളമാണ് ബാക്ക്ഗ്രൗണ്ടിൽ, കഥകളി എല്ലാം ഉണ്ട്. കഥകളി 2 ചുണ്ടവെള്ളം വേണോ, എല്ലാം ഉണ്ട്. അത് ഒരു മോഹിനിയാട്ടം. നാളെ രാവിലെ ഡബ്ബിയോ രസമുണ്ടാവും. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഒരു കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ലോകം, കണ്ടിട്ടില്ലാത്ത രീതി. അപ്പോൾ ഒരു കാര്യം തന്നെ നമുക്ക് അപ്രൂവ് ആയി വരാൻ അപ്പൊ ലേയേഴ്സ് ഓഫ് സാധനമുണ്ട് അവിടെ, അപ്രൂവൽ അങ്ങനെ സിസ്റ്റം ഉണ്ട് അവിടെ. ഇവിടെ നമ്മൾ അങ്ങനെയല്ലല്ലോ, ഇവിടെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് റൂട്ടഡ് ആയിട്ട് നിന്നിട്ടല്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു സുഖം വേറെയാണ്. ആസിഫിക്ക് ഞാനൊരു അവസരം തരാണ്. ആസിഫിക്ക് ഋതുവിലെ ആസിഫിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പക്ഷെ അത് ഇപ്പൊ പറഞ്ഞു കൊടുത്ത ഋതുല ആസിഫിന്റെ എക്സൈറ്റ്മെന്റും ആ പേടിയും ത്രില്ലും ഒക്കെ പോകും. എന്നാലും എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഉണ്ടാവോ? എന്തായിരിക്കും ആസിഫിക്കോട് ഇപ്പോഴത്തെ ആസിഫിക്ക് അന്നത്തെ ഋതുവിൽ ആസിഫിനോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഫോൺ എടുത്ത് പഠിക്കണമെന്ന് പറയും. അതായിരിക്കും. അതെ, എനിക്ക് ഋതുവായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ ഋതുവിന്റെ റിലീസിന്റെ തലേ ദിവസം ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ പാംഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കോളേജിൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചു. അപ്പം അത് 500 രൂപ എന്തോ കിട്ടും. അപ്പൊ നമ്മൾ എല്ലാ കോളേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ പാംഫ്ലെറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ആദ്യത്തെ പടത്തിന്റെ. അത് കഴിഞ്ഞ് ഞാനും എന്റെ ഗേൾഫ്രണ്ട് കൂടെ ആദ്യമായിട്ട് പോയി കണ്ട പടമാണ് ഇത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഭയങ്കര ഇമോഷണൽ. അവരവിടെ വെച്ച് കേക്ക് ഒക്കെ മുറിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു ഫസ്റ്റ് ഡേ കൈരളിയിൽ. ഉണ്ടായിരുന്നു. അതെ, അന്ന് ആസിഫിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. കിട്ടിയില്ല. എനിക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് സിനിമയിൽ അഭിനയിച്ച ഏതോ ഞാൻ പറഞ്ഞില്ലേ ഗേൾഫ്രണ്ട് പോയിട്ടാണ് സിനിമയ്ക്ക് പോയത്. അപ്പൊ പിന്നെ എന്നെ നോക്കാം. അങ്ങനെയല്ല നമ്മൾ സിനിമയൊക്കെ സിനിമ ഒന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ സിനിമയൊക്കെ കണ്ടെന്ന്. ശരി, അങ്ങനെ ആനന്ദേട്ടൻ ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് സിനിമയ്ക്കൊപ്പം ഇറങ്ങിയിരുന്ന ആളല്ലേ. അപ്പൊ ആനന്ദേട്ടനുണ്ടോ പണ്ടത്തെ ആനന്ദനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ജോലി രാജിവെക്കുന്ന സമയത്ത് ആനന്ദിനോട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സിനിമ കിട്ടിയപ്പോഴാണ് രാജിവെച്ചത്. ആണോ? അതുവരെ ഞാൻ ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ആദ്യത്തെ സിനിമ കിട്ടിയപ്പോഴാണ് ഞാൻ രാജിവെച്ചത്. അപ്പൊ അതൊരു അൺസർട്ടൈൻ സംഭവം ആയിരുന്നില്ലേ പിന്നീട് അങ്ങോട്ട്? അപ്പം 2 പടം എന്റെ ഫ്ലോപ്പാണ്, ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല 2 പടം ഇറങ്ങിയത്. അപ്പോഴും പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നല്ലോ. പിന്നെ 2016 ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത്. 2022 ജയ്ഹേ വരുന്നത്. അപ്പൊ അതുവരെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ സിനിമ അല്ല മീൻസ് ജോലി വേണ്ട? ചാനലിൽ ചെന്നു മറ്റേ സിനിമയില് ലാലേട്ടനും ശ്രീനിവാസൻ സാറൊക്കെ പറയുന്നില്ലേ ഒരു അങ്ങനെയല്ല, നല്ല രീതിയിലാണ് പോയത്. അവരും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് നിന്നത്. പിന്നെ എനിക്കൊരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ മേഖലയിൽ തിരിച്ചറിഞ്ഞ സമയം തൊട്ട് പിന്നെ കുഴപ്പമില്ല, കഷ്ടപ്പെടാന്നുള്ള രീതിയിലായിരുന്നു. ആസിക്ക് പഠിച്ച എന്തെങ്കിലും പാഠങ്ങളുണ്ടോ? ആസിക്കനെ കണ്ടുപഠിച്ച എന്തെങ്കിലും പാഠങ്ങൾ? നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ആസിഫിക്കയുടെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാറിയിരിക്കുമല്ലോ. അപ്പോഴും ആസിഫിക്ക നമ്മളെ വിളിച്ച് കൂടെ നിർത്തുമായിരുന്നു.
അത് ഭയങ്കര പൂക്കിയാണ്. സ്കിബിഡി. അപ്പൊ ആ കാര്യത്തില് എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സൊന്ന് കാണാൻ ജിസ്ജോ എഫക്ട്. ആസിക്കേ നമ്മളെല്ലാ ഏത് സംവിധായകനോട് പറയട്ടെ, നല്ല കാര്യമല്ലേ പറയുന്നേ. ആസിക്കനോട് നമ്മൾ ഏത് സംവിധായകനോട് ചോദിച്ചു കഴിഞ്ഞാലും അപ്പൊ പറയും ആസിക്ക ഡയറക്ടേഴ്സ് ഫേവറേറ്റ് ആക്ടറാണ്. സേതു ചേട്ടൻ അങ്ങനെ ആസിക്ക ഫേവറേറ്റ് ആവാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ? അല്ല, ആസിഫ് ബ്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ വന്ന ആദ്യത്തെ അരമണിക്കൂർ കെട്ടിപ്പിടിക്കാൻ പോകും. എല്ലാവരും ഓടിയെടുത്ത് കെട്ടിപ്പിടിച്ച് എല്ലാവരും കംഫർട്ടബിൾ ആക്കും. അതായത് അവിടെ ആരൊക്കെയുണ്ടോ ഇനി വഴി കൂടെ പോകണമുണ്ട് അയാളെയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ക്യാരവാനിൽ ചെല്ലേണ്ടത്. അവിടെ നിന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേർത്തൊലിച്ച് ചെന്ന് കഴിഞ്ഞപ്പം ഇന്നത്തെ സീൻ വായിക്കണം, സീനിന് മുമ്പുള്ള 10 സീൻ എന്തായിരുന്നു എന്ന് പറയണം, ഇപ്പഴുള്ള ഒരു 10 സീൻ പറയണം, ഇതിന്റെ ഇമോഷൻ പറയണം. ഇത് മുഴുവൻ പറയിച്ച് സഹദേവൻ ഒക്കെ ആയിട്ട് സഹദേവൻ ഇറങ്ങും. പിന്നെ കഴിയണവരെ ഒരു പ്രശ്നമില്ല, അവിടെ ഫുൾ ജോളിയായിട്ടുണ്ട് ആള്. ജോളിയായിട്ടുണ്ടാണ്. ഓക്കെ. ആസിക്കനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനത്തെ ആസിക്കനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു അടുത്ത വീട്ടിലെ ആള് എന്നുള്ള രീതിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റു സിനിമകളും ഇഷ്ടമാണ്, പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആസിക്കയ്ക്ക് സ്വയം എങ്ങനത്തെ ക്യാരക്ടേഴ്സിനോടാണ് കൂടുതലൊരു സംഭവം തോന്നാറുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാവുന്നത് എത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനോടാണ്? എനിക്കൊരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ലോക്കായി പോരുന്നു മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ഭയങ്കര താല്പര്യമുള്ള അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ. അപ്പൊ എനിക്ക് അങ്ങനത്തെ നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് ആഗ്രഹമുള്ളതുണ്ടല്ലോ, ഒരു മെജോറിറ്റി ഓഡിയൻസിന് കാണേണ്ടത് ഹീറോയിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും കൂടെ ചെയ്യണം എന്നുണ്ട്. നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ ചോയ്സസിലേക്ക് വരുമ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു സാധാരണക്കാരൻ അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ബ്രേക്ക് ചെയ്യണം എന്നാണ് ഇനി എന്റെ ആഗ്രഹം. ഈ ട്രെയിലറിനകത്ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ സഹദേവന് വേണ്ടിയിട്ട് കുറെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ആസിക്ക് ഏറ്റവും കൂടുതൽ തവണ അങ്ങനെ പൂജകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഭയങ്കരമായ ഈശ്വര വിശ്വാസിയാണ്. ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. ഞാനത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇപ്പൊ എന്റെ ഒരു കൂട്ടായ്മയിലാണ് ഈ പരിപാടി മുന്നോട്ട് പോണത് എന്നുള്ളതിന്റെ ഒരു വിശ്വാസം. പാതിയില്ലേ? അതെ, ലക്ക് ഫാക്ടറിനോട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോ. നമ്മള് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റേതായ വിശ്വാസങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ശരി. ഈ ഒരു പോസ്റ്റർ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ആള് 4-5-6 ഐഡിയ ആണ്. എന്തെങ്കിലും അതിന്റെ സ്പോയിലർ അല്ലാത്ത രീതിയിലൊരു സംഭവം ഇല്ല. ഒരു ആദ്യം നമ്മൾ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലായ്പ്പോഴും ലൊക്കേഷനിൽ സ്റ്റിൽസ് വെച്ചിട്ടായിരിക്കും പല സിനിമയിലും പോസ്റ്റർ ഉണ്ടാക്കുന്നത്. നമുക്കിത് അതിൽ നിന്ന് മാറിയിട്ട് സഹദേവന്റെ പ്രശ്നം ആദ്യം തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ തന്നെ ഒന്ന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഉണ്ടാക്കിയത് തന്നെയാണിത്. ആസിക്കയ്ക്ക് പരിചയമുണ്ട് ഇതുപോലെ സഹദേവന്മാരെ? ഇഷ്ടം പോലെ. സഹദേവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണം അല്ലെങ്കിൽ കല്യാണം കൊണ്ടുണ്ടാവുന്ന പ്രശ്നം മാത്രമല്ല, സഹദേവന്മാരുടെ പ്രശ്നം പല രീതിയിലുള്ളതുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അതെന്താ പ്രശ്നം എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നിരപരാധികൾ ആരോപണങ്ങൾ പെട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ആസിക്ക് ഏതെങ്കിലും ക്യാരക്ടറിന് മുമ്പ് ഹോംവർക്ക് ചെയ്യാന്നുള്ള പരിപാടി ഉണ്ടോ? എൻ്റെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിൽ നിന്നാണ് ഞാൻ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ ഈ ഇപ്പം അടിയൂസ് അമീഗോയിലെ പ്രിൻസിനെ ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ശ്രീവാച്ചനെ ചോദിച്ചാൽ അറിയാം. ഇപ്പം ഞാൻ എപ്പോഴും പറയാറ് ഉയരയിലെ ഗോവിന്ദനെ എനിക്കറിയാമായിരുന്നു. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ആളുകളുടെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഹോംവർക്ക് എപ്പോഴും എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ആ സ്ക്രിപ്റ്റിൽ നിന്ന് ചിലപ്പോൾ അതിൻ്റെ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് സംശയം ചോദിക്കും. അത് പറഞ്ഞു തരാൻ എൻ്റെ സംവിധായകന് പറ്റണം. അല്ലെങ്കിൽ എനിക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അങ്ങനെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സംശയങ്ങളും ഇഷ്ടംപോലെ ഉത്തരങ്ങളുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഒരു 15 നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ മേക്കപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഒരു സംസാരം എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ പല സിറ്റുവേഷൻസും പല കാര്യങ്ങളും ഇങ്ങനെ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇത് മൊത്തം അറിയാവുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും ഇത് മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ നറേറ്റീവ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഐഡിയ ചിലപ്പോൾ വീണ്ടും പറയുമ്പോൾ കിട്ടും. അത് എപ്പോഴും എൻ്റെ സിനിമയിലെല്ലാം ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ആനന്ദേട്ടൻ ആദ്യത്തെ സിനിമയായിട്ട് വരേണ്ടിയിരുന്നത് മുംബൈ പോലീസ് ആയിരുന്നു എന്നുള്ളത്.
പക്ഷെ ആ കഥ പോയി. അതൊന്നുമല്ല, ആദ്യത്തെ ഓഡിഷന് പോയി ഇത് തന്നെയാണ്. എന്നാലും ആദ്യത്തെ ഒരു അത് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ആദ്യ സിനിമയായിട്ട് ഇറങ്ങേണ്ടിരുന്നത് അതായിരുന്നു. ഇഷ്ടംപോലെ പടമുണ്ട്. എല്ലാ പടത്തിനും ഓഡിഷൻ ചാൻസ് എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് അതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ ആ സിനിമ മിസ്സായി. പക്ഷെ ആ സിനിമ പിന്നീട് വന്ന ശേഷം എപ്പോഴും നിരാശ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് എനിക്ക് പറ്റിയ റോളേ അല്ലായിരുന്നു. അത് പൃഥ്വിയായിട്ട് ഗേ പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള റോളായിരുന്നു, ഓഡിഷനായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു 2012 ഒരു മോണാക്ട് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ. ഇപ്പോൾ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, മുംബൈ പോലീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അത് കണ്ടിട്ട് എന്നെ ഓഡിഷൻ ഉണ്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്, പേഴ്സണലി വിളിച്ചതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പോഴേ റോഷൻ സാറൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ റോഷൻ സാർ പറഞ്ഞ് സോറി ആനന്ദ് നിങ്ങൾക്ക് പറ്റിയ റോളല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ട്രിവാൻഡ്രത്ത് അറിയണം, ഇവിടെ വെച്ചായിരുന്നു, വൈറ്റ് ഫോർട്ടിൽ വെച്ചായിരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോട്ടെ. അന്നത്തെ ഓഡീഷൻസ് ഒക്കെ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് കാണിക്കുന്നതെന്നൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ പുള്ളി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി വേറൊരു സാധനം തന്നെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 സാധനമൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഈ സിനിമയിൽ റോൾ ഉണ്ടാവും നോക്കില്ല, പക്ഷേ നിങ്ങൾ നല്ല നടനാണ്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം, എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത് റോഷൻ ആൻഡ്രൂസ് സാറാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, കുറേ കാലത്തേക്ക് ഓടാനുള്ളൊരു ഇന്ധനം കിട്ടിയത്. അതാണ് എൻ്റെ അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഹൈ. പിന്നെ ആ സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് മറ്റേ പല്ലിയെ പോലെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റിയ ക്യാരക്ടറേ അല്ല അത്. എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു പണ്ട് പല്ലിയായിരുന്നു ഇപ്പം ഡിനോസറായെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഒട്ടും ചേരാത്തൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. പിന്നീടും നിരന്തരം ഓഡിഷൻസിൽ പങ്കെടുക്കായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഓഡിഷൻ കൊടുത്ത് ഈ ഇതിന്റെ അവസാനമൊക്കെ എത്തുമ്പം കിട്ടാതാവുന്നു എന്നുള്ള സംഭവം എപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ എൻ്റെ ഉള്ളിലുള്ള കലയെ ഞാൻ എങ്ങനെ കാണിക്കാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്ത് ഇട്ട് തുടങ്ങിയത്. അതിൽ നിന്നൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആദ്യത്തെ സിനിമയിലോട്ട് വിളിച്ചത്. ആസിക്ക് ഇതുപോലെ കുറേ ഓഡിഷൻസും മറ്റും അറ്റൻഡ് ചെയ്തിരുന്ന അന്ന്. പക്ഷെ ഇത്രയും ഓഡിഷൻസ് ഇല്ലായിരുന്നു, വളരെ ഓഡിഷൻസ് വളരെ കുറവായിരുന്നു. എന്നാലും മോശമില്ലാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആസിക്ക് കോളേജ് പരിപാടി ചെയ്തിരുന്നില്ലേ പണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അപ്പൊ ആ സമയത്ത് സിനിമ എന്നുള്ള സാധനം മാത്രമായിരുന്നു സിനിമയിലേക്കുള്ളതായിരുന്നല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. ഈ ചാനലിൽ വരുന്നതിന്റെ ഉദ്ദേശം തന്നെ സിനിമ എന്നുള്ളതായിരുന്നു ഒരു 95% പേരുടെ. ഇപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം ആസികയ്ക്ക് ജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങളുണ്ട്. ഈ സക്സസ് എന്നുള്ള സംഭവത്തിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ കാഴ്ചപ്പാടിലൊരു മാറ്റം ആസിക കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? സക്സസ് എന്നുള്ള ഡെഫിനിഷന് സന്തോഷം ഉണ്ടാവാറുണ്ട്. സക്സസ് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമല്ലോ. പിന്നെ സക്സസിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ് ദാറ്റ് മാറ്റേഴ്സ്. സിനിമ പറയുന്ന പോലെ 100 ദിവസത്തെ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുന്നതാണോ സക്സസ്? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ സക്സസ്? പെർഫോമൻസിനെ പറ്റിയിട്ടും ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നതാണോ സക്സസ് എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ എനിക്ക് ഓരോ സിനിമയ്ക്കും ഓരോ സക്സസ് ആണ്. എങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന സക്സസ് ഏതാ? ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ ആണോ? ഇപ്പോൾ ആ പടം കൊള്ളാന്ന് പറയില്ലേ, സിനിമ ഓടി എന്ന് പറയുന്നതിന്റെ സന്തോഷത്തിന് റീപ്ലേസ് ചെയ്യാൻ ലോകത്ത് ഒന്നുമില്ല, വേറെ ഒന്നിനും കിട്ടൂല. അത് നല്ലൊരു പടം ചെയ്ത് ആൾക്കാരെല്ലാം കൊള്ളായിരുന്നു നല്ല പടം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര പ്ലാൻഡ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത് PR ചെയ്യുന്ന ഒരാളല്ല. അപ്പം അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും തന്നെ എന്നെ പറ്റി പറയുമല്ലോ, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലുത്. അതെ. ആസിക്കയുടെ വളർച്ചയെ നോക്കി കാണുമ്പോൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നുണ്ടാവുക? അത്ര ഒന്നും ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്നാലും ആസിക മാറ്റം വരുത്തിയിട്ടുള്ളത് എന്തിലായിരിക്കും? ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ എക്സൈറ്റ്മെന്റ് കുറച്ച് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതായത് പണ്ട് ചാടിക്കേറി സിനിമകൾ കമ്മിറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു, ഇപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് ഗ്രാജുവലി എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കാം അതൊക്കെ. അപ്പോൾ സിനിമ ചൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറെ കൂടെ പേഷ്യൻസ് കാണിക്കാൻ തുടങ്ങി. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി ഇടുന്ന എഫേർട്ടിന് കുറച്ചും കൂടെ സമയം കൊടുക്കാൻ തുടങ്ങി, കൂടുതൽ എഫേർട്ട് ഇടാൻ തുടങ്ങി. എഗെയിൻ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്കിലും ഞാൻ ചോദിക്കണം, ഒരു നടനായിട്ട് ഒരു ദിവസം ജീവിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആരായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? ഞാനായിട്ട് തന്നെ. എനിക്ക് വേറൊരു മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ആനന്ദനോ? സ്വാപ്പ് ചെയ്യാൻ ഒരു അവസരമില്ല, സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഇതില്ല, ജസ്റ്റ് ഒരു ദിവസത്തേക്ക് സമ്മതിക്കില്ല.